വ്യക്തിപരമായ ഇഷ്ടങ്ങൾ എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാറുണ്ട്. ജയപരാജയങ്ങൾ നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ ഭാഗമായുള്ള ചില സന്തോഷങ്ങളായി മാറുന്ന നിമിഷങ്ങൾ. അതിന് ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ CR മഹേഷ് ജയിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് ജയിക്കുന്നതിനേക്കാൾ ഒരു കൂടപ്പിറപ്പ് ജയിക്കുന്നതിൻ്റെ സന്തോഷവും ആഹ്ലാദവുമാണ് ഹൃദയത്തിലുള്ളത്. അതുപോലെ തന്നെ എനിക്കേറെ ഇഷ്ടപ്പെട്ട, പ്രിയങ്കരമായ, ആഗ്രഹിച്ചിരുന്ന, കൊതിച്ചിരുന്നൊരു വിജയമാണ് നല്ലൊരു മനുഷ്യൻ്റെ വിജയം, നിലപാടുള്ളൊരു മനുഷ്യൻ്റെ വിജയം, മതേതരത്വത്തിൻ്റെ കാവൽക്കാരനായി എന്നും മതേതരത്വത്തിൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളിൻ്റെ വിജയം, അതിൻ്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരാളിൻ്റെ വിജയം. അത് മറ്റാരുടേതുമല്ല, M. ലിജുവിൻ്റേതാണ് ആ വിജയം. അദ്ദേഹം കായംകുളത്ത് നിന്ന് വളരെ നിർണായകമായ ഭൂരിപക്ഷത്തിന് വിജയിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ്. എൻ്റെ ഒരു ഓർമ്മയനുസരിച്ച്, എൻ്റെ ഒരു ചിന്തയനുസരിച്ച് 4ാം തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഒരിടത്ത് പോലും പരാജയപ്പെട്ടുകൂടാത്ത ഒരാളായിരുന്നു M. ലിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. നിലപാടുകൾ ഉറക്കെ പറയുന്ന ആളാണ്. അതിൽ തന്ത്രങ്ങളും മുഖമൂടിയുമില്ല. ശരികേടുകൾക്കെതിരെ ഉറക്കെ സംസാരിക്കുന്ന ആളാണ്. മികച്ച സംഘാടകനാണ്. അതിനേക്കാൾ ഉപരി 100ക്ക് 100 മതേതരവാദിയാണ്. പ്രകടമായി ഒന്നും രഹസ്യമായി മറ്റൊന്നുമില്ലാത്ത വളരെ സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനാണ് ഈ M. ലിജു എന്ന് പറയുന്ന മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ടത് പരിചയപ്പെടുന്നതിന് മുമ്പാണ്. പരിചയപ്പെട്ടിട്ട് അത്ര നാളുകളൊന്നും ആയില്ല. പക്ഷേ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ പലരെയും പരിചയപ്പെടുമ്പോൾ അറിഞ്ഞതും നേരിട്ടറിയുന്നതും തമ്മിൽ വളരെ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ M. ലിജുവിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞതുപോലെയോ അതിനേക്കാളോ തിളക്കമുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന്. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി നിന്നത് അമ്പലപ്പുഴയിലാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതും അമ്പലപ്പുഴയിലാണ്. അപ്പോഴാണ് അവിടെ നിന്ന് G. സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് മത്സരിക്കാൻ തൃപ്പൂണിത്തറയിലേക്കാണ്. പക്ഷേ തൃപ്പൂണിത്തറയിൽ ചെന്നപ്പോൾ അവിടെ മറ്റൊരാൾക്ക് വേണ്ടി നേതാക്കൾ നിലപാട് സ്വീകരിക്കുകയും അവിടെ നിന്ന് അദ്ദേഹം കായംകുളത്തേക്ക് വരികയുമായിരുന്നു. അദ്ദേഹം വരുമ്പോൾ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു കായംകുളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ. എന്ന് മാത്രമല്ല, കായംകുളം വാള് പോലെ തന്നെ ഇരുതല മൂർച്ചയുള്ള നിലപാടുമായി നിൽക്കുന്ന കുറച്ച് നേതാക്കളെങ്കിലും അവിടെയുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും വിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഒരു വെട്ടേറ്റ് വീണ് പടർക്കളത്തിൽ ലിജു തോൽക്കുകയാണെങ്കിൽ അത് വലിയ ഒരു നഷ്ടവും സമൂഹത്തിനും ജനാധിപത്യത്തിനും ഒരു വലിയ നഷ്ടമാകുമെന്നും വ്യക്തിപരമായി അതിലേറെ മുറിവുമുണ്ടാകുന്ന ഒരു തോൽവിയായി മാറുമായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ നിർണായകമായ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അവിടെ വിജയിച്ചത് അദ്ദേഹവും ഒരു കൂട്ടം ചെറുപ്പക്കാരും ഓടി നടന്ന് പണിയെടുത്തതിന് വേണ്ടിയാണ്. അവിടുത്തെ പല സംവിധാനങ്ങളും ദുർബലമാണ്. ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല. പല സംവിധാനങ്ങളും പരസ്പരം പരാതി പറയാനും പാരയടിക്കാനും നടക്കുന്നതിനപ്പുറത്ത് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പോലെ ഒരെണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നൊരു ഏർപ്പാടില്ല. പക്ഷേ ജനങ്ങളൊന്നാകെ തീരുമാനിച്ചതാണ് ഇത്തവണ ലിജുവിന് തന്നെയാകണം വിജയമെന്ന്. അതിൻ്റേതായ കാരണങ്ങളുമുണ്ട്. കാരണങ്ങൾ പരാജിതയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പാർട്ടിക്കകത്തും പുറത്തും പ്രതിഭ MLAക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, നിലപാടുകളോടും മറ്റു പല കാര്യങ്ങളോടുമൊക്കെ. പിന്നെ തുടർച്ചയായി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു മടുപ്പുമുണ്ടായിരുന്നു. ഏതായാലും അതിനെ അതിജീവിച്ച് വളരെ വെല്ലുവിളി നിറഞ്ഞ 2 പഞ്ചായത്തുകളിൽ ആദ്യം തന്നെ ലീഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിർണായകമായ ഭൂരിപക്ഷത്തിനാണ് M. ലിജു വിജയിക്കുന്നത്. M. ലിജു മന്ത്രിയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. സംസ്ഥാന സർക്കാരിലെ ശ്രദ്ധേയനായ ഒരു മന്ത്രിയാകാൻ ലിജുവിന് കഴിയും. കാരണം കരുത്തുണ്ട്, നിലപാടുണ്ട്. അഴിമതിരഹിത നിലപാടുകളുടെ സത്യസന്ധമായ ഒരു പൊതുപ്രവർത്തന മുഖമാണ് M. ലിജുവിൻ്റേത്. വളരെ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഒരു കൂടപ്പിറപ്പിനെ പോലെ ചേർത്ത് പിടിക്കുന്നു.